അതിനിടയിൽ ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. അതിന്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പറയുന്നത് പോലെ വാർത്താ ചാനലുകൾ വരുന്നത് പോലെ രാഹുൽ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാത്തൊരു വ്യക്തിയാണ് രാഹുൽ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പാലക്കാടൻ ജനതയോട് പറയാനുള്ളത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്. വിശ്വസിച്ച് എങ്ങനെയാണോ ഞാൻ നോക്കിയിട്ട് അനിയനാണ്. അപ്പോൾ ഈ വാർത്താ ചാനലുകളൊക്കെ കുറച്ച് ദിവസമായിട്ട് വ്യാപകമായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിനെതിരെ. നിങ്ങൾക്ക് വിശ്വസിച്ച് രാഹുലിനെ കൂടെ നിർത്താൻ വാർത്താ ചാനലുകൾ പറയുന്നത് പോലെ ഒരു കോഴിയല്ല എൻ്റെ അനിയൻ എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയിട്ട് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു വെച്ച് പോവുകയാണ്. കുട്ടികളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് പോലും നോക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ കുഞ്ഞനീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ രാഹുൽജി പേടിക്കില്ലേ? ഇത് ഒറിജിനൽ രാഹുലല്ല, ഇത് ഒറിജിനൽ രാഹുലല്ല, പേടിക്കില്ലേ? ഓക്കെ ചാടാൻ വയ്യ. പാലക്കാടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുഖം മൂടി അണിഞ്ഞാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അജിത് ബാബുവാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാത്രമല്ല ഷാഫി പറമ്പിലിന്റെയും മുഖംമൂടി അണിഞ്ഞാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അവരുടെ ആ പ്ലക്കാർഡിലൊക്കെ കാണാം പീഡനവീരൻ MLA എന്നതടക്കം എഴുതിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ കാണുന്നത്. ഈ പ്രതിഷേധത്തെ പാലക്കാടുകാർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? പ്രതീകാത്മകമായാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വോട്ടർമാരെ കാണുന്ന ഒരു പ്രതീകാത്മക സമരമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ഈ പ്രവർത്തകരാകെ ഉള്ളത്. കടകൾ കയറി, ബസ്സുകൾ കയറി പ്രതീകാത്മകമായി ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് രീതിയിൽ പരിചയപ്പെടുത്തുന്ന രീതിയിൽ പ്രതീകാത്മകമായി DFI കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓരോ കടയിലും ഷാഫി പറമ്പിലിൻ്റെ മുഖംമൂടി അണിഞ്ഞ് കയറിക്കൊണ്ട് ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന രീതിയിലേക്കൊരു പ്രതിഷേധമാണ് ഈ പ്രതീകാത്മകമായ രീതിയിൽ DYFI സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും ഇത്തരത്തിൽ ഈ അധികം പ്രവർത്തകരല്ല, പക്ഷേ ശക്തമായി സാധു സൂചിപ്പിച്ച പോലെ ശക്തമായ ഒരു സമരമാണ് ഇപ്പോൾ DYFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്ക് തുല്യമെന്ന് പറയുമ്പോൾ ഈ നേരം വരെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ട് അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട് ഷാഫി ഇതിനെതിരെ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പ്രതീകാത്മകമായി ഇത്തരത്തിൽ സമരം സംഘടിപ്പിക്കാൻ DYFI തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? രാജിവെക്കും വരെ ഈ ഇങ്ങനത്തെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായ സമരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഷാഫിയുടെ നോമിനി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞനിയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അന്ന് ഷാഫി പറഞ്ഞത് എങ്ങനെയായിരുന്നു? രാഹുലിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പാലക്കാടൻ ജനതയ്ക്ക് ഒരു കാലത്തും തലകുനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ നിലയിലേക്ക് പാലക്കാടൻ ജനതയെ മാനം കെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തല കുനിച്ച് നിർത്തുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ളതാണ്. പക്ഷേ ഈ നേരം വരെ പ്രതികരിക്കാനായിട്ട് ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. എവിടെയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് ഈ ജനങ്ങൾക്ക് മുമ്പാകെ
വക വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാജിവെക്കാൻ തീരുമാനമായിട്ടില്ല. രാജിവെക്കില്ല. കൂടെ ഉണ്ട് അതൊരു ഉറപ്പാണ് എനിക്ക്. തീർച്ചയായും അതാണ് അങ്ങനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് പ്രതീകാത്മകമായി ഉണ്ടായിരിക്കുന്നത്. പലതരത്തിലുള്ള വ്യത്യസ്തമായ സമരങ്ങളാണ് ഈ വിഷയത്തിൽ പാലക്കാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ സമരങ്ങൾ. സമാനമായി ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങിക്കൊണ്ട് ആളുകളെ കാണുന്ന, വോട്ടർമാരെ കാണുന്ന രീതിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കാണുന്ന രീതിയിൽ ഒരു പ്രതീകാത്മകമായ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ ക്രിയേറ്റീവായുള്ള സമരങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പാലക്കാട് നമ്മൾ നിരവധിയായിട്ടുള്ള സമരങ്ങൾ കണ്ടു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത്. സ്വാതി ആദ്യം സൂചിപ്പിച്ച ആ വാചകം കറക്റ്റാണ്. വാള് കുറവാണ്, പക്ഷേ ഭയങ്കര ഷാർപ്പായുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ തന്നെ അത് ക്രമീകരിക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു. അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള സമരങ്ങൾ ഈ വിഷയത്തിൽ പാലക്കാട് ഉയർന്നു വരികയാണ്. അത്തരത്തിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കുമെന്നാണ് നമ്മുടെ വോട്ടർ പറയുന്നത്. ഷാഫിയുടെ കൂടെയും രാഹുലിന്റെ കൂടെയും നിൽക്കുന്നില്ലെന്നാണ് നമ്മുടെ വോട്ടർ പറയുന്നത്. അല്ലേ? അത്തരത്തിൽ നിരവധിയായ സമരങ്ങൾ ഈ ദിവസങ്ങളിൽ പാലക്കാട് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് നമുക്കറിയാം, MLA ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തി ബാരിക്കേഡ് ഉൾപ്പെടെ തകർത്തുൾപ്പെടെ അകത്തേക്ക് കയറുന്ന പ്രതിഷേധം തന്നെ ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. BJPയുടെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അതിന്റെ തുടർച്ചയിൽ വീണ്ടും സമരങ്ങൾ ഉണ്ടാകുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ സമരം തുടരുമെന്ന് എല്ലാ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ സമരം നടക്കുന്നത്. ആ സമരങ്ങളും ഇപ്പോൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കൂടി ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. രാജിവെക്കില്ല. എന്റെ കൂടെ ഉണ്ടാകുന്ന കാലം വരെ ഞാൻ രാജിവെക്കില്ല. ഇത്തരത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ടും പ്രതീകാത്മകമായൊരു സമരം ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങളാണ് തുടരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ കടകൾ കയറിയ ആളുകളെ കാണുന്ന രീതിയിലേക്കാണ് ഈ സമരം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു സമരം ഡിവൈഎഫ്ഐ ക്രമീകരിച്ചിരിക്കുന്നത്. രാജിവെക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നിലയിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിവിധമായിട്ടുള്ള കടകളിൽ കയറി ആളുകളോടൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നു. മാത്രമല്ല, രണ്ടുപേരുടെ കയ്യിലും ഓരോ ബോർഡുകളുണ്ട്. ഒരാൾ എന്റെ ശിഷ്യൻ എന്ന് ഷാഫി പറമ്പിലിന്റെ പ്രതീകാത്മകമായ മുഖംമൂടി ധരിച്ചതിൽ എന്റെ ശിഷ്യൻ എന്നും, രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതീകാത്മകമായി മുഖംമൂടി ധരിച്ചതിൽ എന്നുമുള്ള ബോർഡുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതീകാത്മക സമരം പാലക്കാട് സംഘടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സമരങ്ങൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. ആ ദൃശ്യങ്ങൾ, ആളുകളെ കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വാതി. അജിത്ത്, ഈ ഒരു പ്രതീകാത്മക സമരമാണെങ്കിൽ പോലും ഇത്രയും കാലം ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ CPIM LDF ഹാൻഡിലുകളിലൊക്കെ ഉയർത്തിയിരുന്ന ആക്ഷേപമാണ് ഇവർ രണ്ടുപേരും ആളുകളുടെ അടുത്ത് ഇത്തരത്തിൽ സെൽഫി എടുത്തും അങ്ങനെ റീൽസ് ചിത്രീകരിച്ചും ഒക്കെയാണ് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള ആക്ഷേപം ഇരുവർക്കും എതിരെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രതീകാത്മക സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ ഒരു സമരത്തിൽ പോലും അത്തരത്തിൽ അവരെ കാണിച്ചുകൊണ്ട്, അവരെ ചിത്രീകരിച്ചുകൊണ്ട്, അവരെ അവതരിപ്പിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു പ്രതീകാത്മക സമരം നടത്തുന്നത്? അതെ, പൂർണ്ണമായും അത് അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇത് വേഗത്തിലാണ് ഈ സമരം തീരുമാനിക്കപ്പെട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് രാജിവെക്കുമെന്നുള്ള വാർത്തകളാണ്, MLA സ്ഥാനം രാജിവെക്കുമെന്നുള്ള വാർത്തകളാണ് ഉച്ചവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന അതിലെല്ലാ കാര്യങ്ങളുമല്ല, ഒരു ആരോപണത്തിന് മാത്രം അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. മറ്റാരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് പിന്നാലെ ഈ രാജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് ഒരു ഇൻസ്റ്റന്റ് ആയ ഒരു സമരം ഡിവൈഎഫ്ഐ ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ നമുക്കറിയാം, ഷാഫി പറമ്പിൽ ആളുകളെ കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് കൈവച്ച് കാണിക്കുന്നത് പോലെ തന്നെ അതേപോലെ കാണിച്ചുകൊണ്ടാണ് കടകളിലൊക്കെ ആ മാനറിസം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ സാധി സൂചിപ്പിച്ച പോലെ ഫോട്ടോ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത്. അത് പരിഹാസം കൂടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കാനുള്ള
തുടരാനുള്ള സാഹചര്യം ഇത്തരത്തിൽ ഈ രാജി ഉണ്ടാകുന്നത് വരെ സമരം തുടരും. ആ സമരമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പല രീതികളിൽ നേരത്തെ ഇത്തരത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതാണെങ്കിൽ ഇപ്പോൾ അതിന് പകരം ഒരു ക്രിയേറ്റീവ് സമരം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള സമരങ്ങളാണ് ഇപ്പോൾ തുടരുന്ന സാഹചര്യമുള്ളത്. വലിയ തരത്തിലുള്ള തിരക്കുള്ള സമയമാണ്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ പ്രതീകാത്മക സമരമാണ്, പ്രതിഷേധമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്.